ആദ്യ സോൺ ഒരു ചെറിയ കടമ്പയാണ് ഈ പുതിയ സെഗ്മെൻറ്റിൽ. ഡോക്ടർക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല, രസകരമായ ഒരു റൗണ്ടാണ്, ഒരു സെഗ്മെൻറ്റാണ്. പ്രശസ്തരായ വ്യക്തികളെക്കുറിച്ച് ഞാൻ തരുന്ന ഒരുപക്ഷെ അത്ര പ്രശസ്തമല്ല എന്ന് തോന്നിയേക്കാവുന്ന സൂചനകളിലൂടെ 5 സൂചനകൾ വരെയുണ്ട്. ആ വ്യക്തിയെ കണ്ടെത്താൻ താങ്കൾക്കുള്ള അവസരമാണ്. ഡോക്ടറാണ് ഗ്രാൻഡ് മാസ്റ്റർ ഈ സെഗ്മെൻറ്റിൽ. സോ ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ഡോക്ടർ, അങ്ങ് എത്തിച്ചേരേണ്ട വളരെ പ്രശസ്തിയുള്ള ആ വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ ഒന്നാമത്തെ സൂചന ഇതാണ്. Sport has the power to change the world. It has the power to inspire. അടുത്ത സൂചനയിലേക്ക് പോട്ടെ. ഓക്കെ. റിവോണിയ ട്രയൽ, അതൊരു വിചാരണയുടെ ഒരു ട്രയലിൻ്റെ പേരാണ്. എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൽ ഇപ്പോൾ വന്നു തുടങ്ങി അല്ലേ? എനിക്ക് തോന്നുന്നു അടുത്ത സൂചന താങ്കൾക്കത് കൃത്യമാക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലൂ. ഡോക്ടർ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഗമനത്തിലെത്തില്ല അല്ലേ? കൃത്യമായ ക്ലിനിക്കൽ റിസൾട്ടുകൾ വേണം. മൂന്നാമത്തെ സൂചന. കുപ്രസിദ്ധമായ റോബൻ പ്രിസൺ ആണ് ഡോക്ടർ. നെഞ്ചിൽ 4664 എന്ന സംഖ്യ എഴുതിയ യൂണിഫോമുമായി 27 നീണ്ട വർഷക്കാലം ഈ തടവറയ്ക്കുള്ളിൽ ജീവിച്ച ഒരു മനുഷ്യനെയാണ് അങ്ങ് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി അതാരാണ്. നെൽസൺ മണ്ടേല, സ്വാതന്ത്ര്യത്തിൻ്റെ മനുഷ്യഗായകൻ നെൽസൺ മണ്ടേല 27 വർഷക്കാലം റോബൻ ദ്വീപുകളിൽ ആഫ്രിക്കൻ ജനതയുടെ അടിമത്തത്തിൽ നിന്നുള്ള ഉയിർപ്പിനു വേണ്ടി തീക്ഷ്ണമായ സമരങ്ങളിൽ ഏർപ്പെട്ട നിതാന്തമായ കാരാഗ്രഹ വാസം അനുഷ്ഠിച്ച മാഡിബ നെൽസൺ മണ്ടേല. ശരിയായ ഉത്തരമാണ് ഡോക്ടർ ഹരീഷ് കരീം. കൺഗ്രാറ്റുലേഷൻസ്. മൂന്നാമത്തെ സൂചനയിൽ അങ്ങേക്ക് ഉത്തരം കിട്ടി. മണ്ടേല സൗത്ത് ആഫ്രിക്കയുടെ കായിക രംഗത്തിൻ്റെ തിരിച്ചുവരവുണ്ടല്ലോ ലോകത്തിലേക്ക്. വിലക്കപ്പെടലിന് ശേഷമുള്ള തിരിച്ചുവരവിൻ്റെ കാലത്തെ മണ്ടേലയുടെ വിഖ്യാതമായ പ്രസ്താവനയാണത്. അന്ന് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിനെ ലോക ക്രിക്കറ്റിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് നമ്മളാണ്, ആദ്യം ഭാരതമാണ്. അന്ന് ഇന്ത്യയിലാണ് അവർ ആദ്യം വന്നത്. പീറ്റർ ക്രിസ്റ്റനും ആൻഡ്രൂ ഹഡ്സണും അഡ്രിയാൻ കുയിപ്പറും ക്ലൈവ് റൈസും കെപ്ലർ വെസൽസും ഒക്കെ അടങ്ങുന്ന, മാക്മില്ലനും ഗ്രെഗ് മാത്യൂസും ഒക്കെ അടങ്ങുന്ന ദക്ഷിണാഫ്രിക്കൻ ടീം ആദ്യമായി ലോക ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുന്നത് ഇന്ത്യയിലേക്കാണ്. അന്നത്തെ തിരികെ വരുന്ന ആ വേളയിൽ നെൽസൺ മണ്ടേല നടത്തിയ ഉജ്ജ്വലമായ സ്റ്റേറ്റ്മെൻറ്റാണ്, മാനവരാശിയെ യോജിപ്പിക്കാൻ സ്പോർട്സിന് വല്ലാത്ത ശക്തിയുണ്ട്, ആൻഡ് ഇറ്റ് ക്യാൻ ഇൻസ്പയർ ദ പീപ്പിൾ ഓൾസോ. ഏറ്റവും വലിയ കളി ജീവിതം തന്നെയാണല്ലേ ഡോക്ടർ? തീർച്ചയായും. മരണമെന്ന തേർഡ് അമ്പയറിൻ്റെ ചുവന്ന വെളിച്ചത്തിന് കാത്തു നിൽക്കാതെ, റണ്ണൌട്ടാകാതെ ക്രീസിൽ തുടരുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കായിക വിനോദം മനുഷ്യ ജീവിതത്തിൽ എന്താണ് അല്ലേ ഡോക്ടർ?